അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ചലഞ്ചാണ്. ഐസ് അമ്മ ഐസിനകത്തിട്ട് മുക്കാൻ പോവാണ് ഗൈസ്. ഒരു വെള്ളം നിറച്ചിട്ട് നമ്മൾ ഐസ് ബക്കറ്റ് ചലഞ്ച്. 150 കിലോ ഐസാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. 150 കിലോ ഐസ്. 150 കിലോ ഐസിനകത്ത് നിന്ന് ശൈലിയെ മുക്കുക. നിന്നെ മുക്കത്തുള്ളൂ. ഇത് മുക്കുക 150. ഇതാണ്ട് 150 കിലോ ഐസ് മുങ്ങാൻ വേണ്ടി ചങ്ങനാശ്ശേരി എന്ന് വരെ ആളെത്തിയിട്ടുണ്ട് ഗൈസ്. 150 കിലോ ഐസ്. ഇത് കണ്ടോ 150 കിലോ ഐസാണ് പൊക്കാൻ പോകുന്നത്. തണുപ്പണോ ഈ ഐസിന്? AC ഇടാ, നല്ല തണുപ്പായിരുന്നല്ലേ? അപ്പൊ ഐസ് പൊക്കുന്നു. എന്റെ ദൈവമേ, ഐസ് ബക്കറ്റ് ചലഞ്ച്. അയ്യോ ഒരു താഴെ വീടല്ലേ? തണുപ്പുണ്ടോ ഐസിന്? വെയിറ്റ് 50 കിലോ അല്ലേ? ഒരു പണി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഐസ്. തണുപ്പുണ്ടോ? തണുപ്പല്ല, ചൂട്. നല്ല ചൂട്, നല്ല തണുപ്പുണ്ട്. നല്ല മിടുക്ക, നല്ല തണുപ്പ്. ഇതെങ്ങനെ കൊണ്ടു? ഇരുമ്പ് പോലെ സാധനം കേട്ടോ ഞാൻ പറഞ്ഞു. അവിടെ പോയി ഒരാള് ഇങ്ങോട്ട് മറിക്കാം. ഇത്രേ ഉള്ളു, തീർന്ന്. പൊട്ടത്തില്ല, കാരണം അടി നല്ല ഇതുണ്ട്. എന്തായാലും മാറി. രണ്ടു മാറി, അത് മാറി. തേങ്ങ വീഴുന്നു. അപ്പം ഐസ് ബക്കറ്റിന് അത് കയറാൻ റെഡിയാണോ എല്ലാരും? ഐസി മുങ്ങാൻ റെഡിയാണോ? മുങ്ങുന്നുണ്ടോ? മുക്കുന്നില്ലേ? അപ്പം ആദ്യത്തെ ചലഞ്ച് അമ്മയോടാണ്. എന്ത് ചോദിച്ചാലും മാവ് ചിത്രം പറയണം. മാവച്ച് എന്ത് ചോദിച്ചാലും മാവച്ച് ചിത്രം പറയണം. തെറ്റ് പറയുകയാണെങ്കിൽ ഐസ് ഇട്ടിട്ട് മുങ്ങണം. അച്ഛന്റെ പേര് എന്ത് ചോദിച്ചാലും ഇപ്പൊ എന്നോട് എക്സാമ്പിൾ ചോദിക്കേ. അത് അച്ഛന്റെ പേര്. അച്ഛന്റെ പേര് മധു. അങ്ങനെ അച്ഛന്റെ പേര് മമ്മൂട്ടി. അമ്മയുടെ പേര് മാധവി. മാധവിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? മാധവിക്ക് എത്ര വയസ്സോ? 3. അങ്ങനെ പറയണ 3. മാധവി രാവിലെ എന്ത് കഴിച്ചേ? പിന്നെ മുട്ടായി. മുട്ടായിയുടെ കവറിന്റെ കളർ എന്തുവാ? തെറ്റിയ ഓർക്കാൻ പറ്റത്തില്ല. മഞ്ഞ. മഞ്ഞക്ക് എത്ര അക്ഷരം ഉണ്ട്? 3. ഇന്നലെ എന്ത് കഴിച്ചേ? മഞ്ച്. മഞ്ചിന് എത്ര രൂപയായിരുന്നു? 3 രൂപ. 3 രൂപ ആരാ തന്നേ? മുന്താസിന്റെ വീട് എവിടെയായിരുന്നു? മുണ്ടക്കയത്ത് ആരാ? മുണ്ടക്കയത്ത് എങ്ങനെ പോയേ? മാമനുമായിട്ട്. മാമനോട് ആര് വന്ന്? അപ്പൊ നമ്മൾ ശൈല ആദ്യത്തെ ഇതായതുകൊണ്ട് നമ്മൾ ചെറിയ എക്സ്ക്യൂസ് കൊടുത്തത് കാരണം മുക്കുന്നില്ല കേട്ടോ. അടുത്ത ഇനി രാധയോടാണ് ചോദ്യം വരുന്നത്. രാധയോട് ചോദിക്കാനായി മൈക്ക് കൈമാറുന്നു നന്ദുവിന്. പൂ. അച്ഛനെടുക്കുന്നത് പൂ. അപ്പൊ അങ്ങോട്ട് മാറിയിരിക്കും രാധ. പുരുഷോത്തമൻ. ഞാൻ ചോദിച്ചില്ലല്ലോ. അച്ഛനെ കണ്ടുപിടിച്ചല്ലോ. അച്ഛനെ കണ്ടുപിടിച്ചു. നല്ല തണുപ്പുണ്ട് ഇവിടെ. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പ്. ഐസ് മഴ പെയ്തു. പുരുഷോത്തമൻ പറയാൻ പറ്റത്തില്ലേ? അപ്പൊ തുടങ്ങാം. 1 മിനിറ്റ് ആട്ടോ സമയം ചോദിക്കാനുള്ള. 1 മിനിറ്റ്. അക്ഷരം മാറ്റണോ? അക്ഷരം മാറ്റണ്ട. പൂ. അപ്പം തുടങ്ങിക്കോ. പൂ. അമ്മയുടെ പേര് പുഷ്പ. അച്ഛന്റെ പേര് പുഷ്പാങ്കതൻ. രാവിലെ എന്താ കഴിച്ചേ? പുട്ട്. ഇന്നലെ എവിടാ പോയേ? പൂനേശ്വരി. ഏത് സ്കൂളിലാ പഠിച്ചേ? പൂനേശ്വരി സ്കൂളിൽ. രണ്ടുപേരും പിന്നെ ഭാവിച്ചു പറഞ്ഞ എളുപ്പമല്ലേ പോരട്ടെ. ആരാ കൂടെ വന്ന ഇന്നലെ പോവാൻ? ആരാ കൂടെ വന്ന്? പുഷ്പമാമി. പുഷ്പമാമിയുടെ കൂടെ വേറെ ആരുണ്ടായിരുന്നു? പുഷ്പാങ്കതൻ ഉണ്ടായിരുന്നു. പുഷ്പാങ്കതൻ. ഇത് മാത്രമേ എപ്പോഴും പുഷ്പാങ്കതൻ.
പൂഞ്ഞാറ്റി ബേബി പറ. ചോദ്യം ചോദിച്ചു. അടുത്ത നീ ചോദിച്ചു. എന്നോട് തന്നെ തെറ്റിയില്ലല്ലോ. തെറ്റിയില്ലല്ലേ? അപ്പൊ മൈക്ക് കൈമാറി. മൈക്ക് പൂഞ്ഞാറ്റി പോയിട്ടുണ്ടോ? പൂയത്ത് പോയിട്ടില്ല. പോയിട്ടില്ല. അതെന്താ പോവാഞ്ഞേ? പോകാൻ പറ്റിയില്ല. അച്ഛൻ എന്താ പൂഞ്ഞാറ്റി കൊണ്ടുപോഞ്ഞേ? പനി. പൂഞ്ഞാറ്റി എത്ര പൂവുണ്ട്? പറഞ്ഞില്ല കഴിഞ്ഞു പായും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല, ഒന്നുമില്ല. നല്ല ചോദ്യം ചോദിച്ചേ. അപ്പം അങ്ങനെ കളി പറയിപ്പിക്കാതിരിക്കും. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മുക്കുന്നു രാധേ മൈക്ക് വിരി മേടിച്ചോ. ഒന്ന് കുറച്ചുകൂടെ ഐസിടാം. തണുപ്പില്ല, ഒട്ടും തണുപ്പില്ല. രാധ അവിടുന്ന് പാട്ട് പാടേണ്ടായിരിക്കും ചലഞ്ച്. അപ്പം ഇറങ്ങിക്കോ. ആദ്യമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഐസ് അടുത്ത് കളിച്ച് ഇറങ്ങിക്കോ. ഒരു പാട്ട് പാടി, ഒരു പാട്ട് എങ്ങനെയുണ്ട്? ഞാനൊക്കെ എങ്ങനെ പറ്റത്തില്ല. കഷ്ടോ. മതി ഇറങ്ങി കോച്ച് പിടിച്ച്. അപ്പൊ അടുത്ത അമ്മലിനോട് നമ്മുടെ താരം മെയിൻ ആള് അഭിജിത്ത് കൃഷ്ണ. അങ്ങനല്ലോ എന്റെ പേര്. അഭിജിത്ത് പേര് കൃഷ്ണ ആരാ? കൃഷ്ണൻ നമ്മുടെ കൃഷ്ണൻ ഓടെ നിൽക്കുന്നു. പിന്നെ പഠിച്ച സ്കൂള് സുജല സ്കൂൾ. പിന്നെ സ്വന്തം പേര് പറഞ്ഞേ. സുഭിജിത്ത്. ആങ്ങളുടെ പേര് സന്ദീപ്. വല്യച്ഛന്റെ പേര് സന്താന മോഹൻ. ഇന്നലെ എവിടെ ആയിരുന്നു പോയത്? ഇന്നലെ സ്വാമിരാമനെ. ഏതമ്പലം? അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നല്ലോ. സ്വാമിയുടെ അമ്പലം. സ്വാമിയേ, അവിടെ ഒരു പെണ്ണിനെ കണ്ടായിരുന്നല്ലോ. സരസ്വതി. പറ്റത്തില്ല, അച്ഛൻ പറഞ്ഞു കൊടുത്ത്. കഴിച്ച ഫുഡ് സാമ്പാറിലാക്കി തിന്ന്. വിശപ്പ് മാറി. സാമ്പാർ ഫുഡല്ല, അതല്ല. എന്തായാലും തിന്നാൻ പറ്റില്ല. അങ്ങനല്ല തിന്നാൻ പറ്റില്ല. സാമ്പാർ തിന്നുന്ന സാധനമാണ്. സാമ്പാർ തിന്നാ. കഴിച്ച കറി അങ്ങനല്ല. ചിലപ്പോ ഒന്നും കിട്ടിയില്ലെങ്കിൽ സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാർ തിന്നും. കുഴപ്പമില്ല. സാമ്പാർ. അടുത്ത് പറ. ചോദ്യം. ഏത് ഡ്രസ്സായിരുന്നു ഇന്നലെ മേടിച്ചേ? സൊമലയോ? നിക്കറോ? ചെക്കറ്. നല്ല ചോദ്യം ചോദിക്കുന്നത്. ട്രൗസറിന്റെ പേരുണ്ടോ? കണ്ടുപിടിച്ചിട്ടുണ്ടോ? ചോദിക്കാം. അടുത്ത് ഏത് വണ്ടിയല്ലായിരുന്നു പോയത്? സ്കൂട്ടറില്. പിന്നെ തിരിച്ചു വന്നതോ? തിരിച്ചു വന്നത് സ്കൂട്ടറിന്. വൈകിട്ടത്തെ ആഹാരം എന്തുവായിരുന്നു? സമോസ. ഉച്ചക്ക് എന്തോ കഴിച്ചേ? സാമ്പാർ സുഖിയും. പറ്റത്തില്ല. ഇന്നലെ അവിടെ നിങ്ങളുടെ അമ്മാവൻ വന്നായിരുന്നില്ല, അമ്മാവന്റെ പേരെന്തുവാ? അമ്മാവൻ വന്നായിരുന്നില്ല, അമ്മാവന്റെ പേരെന്തുവാ? സോപാലൻ. സോപാലൻ അച്ഛന്റെ പേര് സുദർശൻ എന്നായിരുന്നു. അപ്പൊ സുദർശന് സോപാലിന് പേരിട്ട്. ഫോൺ നമ്പർ എത്ര? 9946. എത്ര വയസ്സുണ്ട്? 9. പറ്റത്തില്ല. അങ്കി വയസ്സുള്ളതൊന്ന് പറഞ്ഞേ. 93. അല്ല, വയസ്സൊന്നും സായി പറഞ്ഞേ കേക്കട്ടെ. സായർത്തുള്ളൊരു വയസ്സ് പറ. ഇഷ്ടപ്പെട്ട മൃഗം? ഇച്ചിരി കൂടുതൽ ഇത്തണം. ഇവനെ കൂടുതൽ വലുതെടുത്തിട്ട്. മതി. അയ്യോ വേണ്ട. നിങ്ങൾ പൊളിക്കും. കാരണം ഇപ്പൊ ഇല്ല, എനിക്ക് വയ്യ. ഞാനിരിക്കത്തില്ല. എന്റെ ദൈവം. ഇല്ല, പാട്ട് പാടണം. ഓടും കുതിര ചാടും.
ഓടണ്ട ഓടണ്ട ഓടിത്തളരണ്ട ഓമന പൂമുഖം വാടിയിട മോനെ. ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ച ഓമന ചുണ്ടത്തൊരു ചാറിട്ട റോഡാണ് അരികാണ്. ഓടക്കട 1 മിനിറ്റ് കിടക്കും. മുങ്ങണ്ട. അയ്യോ എവിടായിരുന്നു പാടി നിർത്തി? ഓമന ചാറിട്ട റോഡി. അയ്യോ അയ്യോ ഞാനില്ല. മതി ഞാൻ വിചാരിച്ചു തലയിലോട്ടങ്ങോട്ട് കൊണ്ടുവന്നു വന്നു. അയ്യോ ഞാൻ ഇന്നിങ്ങനെ കിടക്കും. അടുത്ത ആമല്. അച്ഛന്റെ പേര് സുസ്പെൻ തെറ്റത്തിലല്ലേ പറയണ്ടേ? അച്ഛന്റെ വയസ്സ് 48 കറക്റ്റാണോ? അല്ലല്ല 50 വയസ്സുണ്ട്. 50 വയസ്സുണ്ട്. ആ അച്ഛന്റെ ജോലി സൂപ്പർവൈസർ എവിടാ വീട്? സൂപ്രയില്. സൂപ്പറല്ലേ. അമ്മയുടെ പേര്? നമ്മുടെ പേര് സുഷ്മിത. അമ്മയ്ക്ക് ജോലി? അമ്മ സൂപ്രണ്ട്. എവിടത്തെ? ശരിക്കും അമ്മ നേഴ്സ്. നേഴ്സ്. എത്ര രൂപയാണ് ശമ്പളം? 2 രൂപ. 2 രൂപ. 2 രൂപ എന്തൊക്കെ ചെയ്യും? 2 രൂപ കൊണ്ട് 2 മുട്ട മേടിക്കും. എന്തോ കാറിന്റെ പേര്? എന്റെ കാറിന്റെ പേര് സൂപ്ര. നീയാണോ ഐസ് മേടിക്കാൻ പോയെ? അല്ല, പിന്നെ ആരാ പോയെ? ശൈലാമ. ശൈലാമ. ശൈലാമ്മയുടെ മക്കളുടെ പേര്? സോമൻ, രഘുടൻ. നിന്റെ കൂട്ടുകാരന്റെ അച്ഛന്റെ പേര്? മത്തി. മത്തിയാ. നിന്റെ കൂട്ടുകാരന്റെ ഏറ്റവും നല്ല സ്വഭാവം? കള്ളുടിയൻ. അത് കറക്റ്റ് ആയിരുന്നു. അപ്പൊ ചാടിക്കും. ചാട്. അല്ല ആരും പറയുമ്പോ കണ്ടുപിടിക്കുന്നില്ല. അപ്പൊ ചാടിക്കോ. ഓ നിക്കറൊക്കെ ഇട്ടുണ്ടാ വന്നെ ചാടാൻ വേണ്ടി. നിക്കറൊക്കെ ഇട്ടുണ്ടാ വന്നെ. പാട്ടൊക്കെ പാടാൻ റെഡി ആയിക്കോ. തണുപ്പ് കുറവാണെങ്കിൽ പറയണേ കേട്ടോ. എങ്ങനെയുണ്ട്? മുങ്ങിക്കോ. ഓർത്തോണേ, ഭയങ്കര സന്തോഷമുണ്ടല്ലേ? കട്ടോണ്ട് പാട്ട് പാട്ടെ മിണ്ട്. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തണുക്കുന്നേ അന്നനം തെന്നി തേടി വന്നൊരു പൈങ്കിളിക്കാറ്റ്. അക്ഷരം കു. അച്ഛന്റെ പേര്? കുമാരൻ. അമ്മയുടെ പേര്? കുമാരി. കുമാരിക്ക് എത്ര വയസ്സുണ്ട്? 12. കുമാരന്റെ ജോലി? കുവൈറ്റിൽ എന്താ ജോലി? കൂലിപ്പണി. കൂലിപ്പണി ചെയ്യുമ്പോ ആരെങ്കിലും കുത്തിയിട്ടുണ്ടോ? കുത്തുവരെ. കുത്താൻ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു? കുന്തം കൊണ്ടുള്ള പണി കുത്തും. എത്ര പേരെ കുത്തി? ശൈലാമ്മയുടെ നല്ല സ്വഭാവം? കൊതിയും പറയും. എന്തോ പറയല. ഇനി നിന്റെ വണ്ടിയുടെ പേര്? തെറ്റി. അപ്പൊ ചാടിക്കോ. ഇത് പിടിച്ചോ. എങ്ങനുണ്ട്? നല്ലോണം വേണ്ടില്ലേ? ഒരു പാട്ട് പാടിക്കേ. കൊച്ചു കുഞ്ഞിന്റെ അച്ഛനൊരു കച്ച വാങ്ങാൻ പോയി. കൊച്ചലയിൽ തോണി മുങ്ങി പോയി കണ്ടിരുന്ന ചെമ്പരന്ത് പോയി. മതി 30 സെക്കൻഡ് പാടിക്കും. ഒരു പാട്ട് പറഞ്ഞ ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തേടി വന്നൊരു പൈങ്കിളിക്കാറ്റ്. മതി നന്ദുവിന്റെ കഴിഞ്ഞ. അമ്മ ജോലിയൊന്നും ചെയ്യത്തില്ലയോ? ഇല്ലയോ? അമ്മയുടെ പേര്? ബസുമതി. ബസുമതിയുടെ വയസ്സ്? 60. ബസുമതിക്ക് എത്ര ലൈൻ ഉണ്ടായിരുന്നു? 50. അമ്മയുടെ അച്ഛന്റെ പേര്?
പിന്നെ പപ്പു. പപ്പു. പപ്പുന്റെ അച്ഛന്റെ പേര് കേശവൻ. കേശവൻ. കേശവൻ എത്ര വയസ്സുണ്ട്? 3. കേശവൻ ഇന്നലെ കണ്ടായിരുന്നോ കേശവനെ? ആ തണുപ്പ് മാറുന്നില്ല. അതാരും എടുത്ത് വെച്ചാണ് അമ്മയുടെ വണ്ടിയുടെ കളറ് കറുപ്പ്. തെറ്റി. ഞാൻ നന്ദു അല്ല തെറ്റിച്ചത്. ക്രെയിൻ എടുക്കണം. മൂക്കേട് മൂക്കേറ് മൂക്കേറ് ശരി മൈക്ക് എടുത്തില്ല. 2 പാട്ട് പറഞ്ഞേ. ജല്ലിക്കെട്ട്. ജല്ലിക്കെട്ടിലെ ഐസിൽ മുക്കുന്നു. എന്റെ പൊന്നുമോനെ എല്ലാ അസുഖം മറന്നു. ഇരിക്കുമ്പോ മാറും. ഇരിക്കുമ്പേ ഒരു പാട്ട് പാട്. അവിടെ പാട്ട് പാട്. മതി മക്കളെ. ആളും പാടിയില്ല. എന്റെ പൊന്നുമോനെ മതി. മക്കളെ മതി. നിന്നോണ്ടൊരു പാട്ട് ഒരു പാട്ട്. എന്തുവാനു പാട്ട് പാട്. എനിക്ക് വരാം കുഞ്ഞു പാടും. പാടും പാകുരുവികളെ. ഒന്നൂടെ മുങ്ങിയിട്ട് ഇനി വന്നേരം എന്റെ അടുക്കല. നമ്മുടെ ഐസ് ചലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് കാണും, കാരണം നല്ല രസമുണ്ടായിരുന്നു. അടിയാണ് ഗൈസ്. അപ്പൊ നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ ബൈ. ചോദിക്കാം 50 അടിച്ചിട്ടുണ്ടോ? അയ്യോ ഇതെന്തോ സമ്മതിക്കണം കേട്ടോ, ഭയങ്കരം തന്നെ. എനിക്ക് നമ്മളെ താഴോട്ട് വരുമ്പോഴാ ഡ്രസ് മാറ്. അയ്യോ സിൽക്കസിന്റെ ഡാൻസ് തന്നെ. ഇതാ ഉണ്ണിക്കുട്ടാ, നിന്നെ ഇതിന് വിട്ടാ ഫസ്റ്റ് കിട്ടും ഇങ്ങനെ. അടിപൊളി. അപ്പൊ നമ്മള് ഒരു ഐസ് ഇട്ടിട്ടുണ്ട്, ഈ വലിയ ഐസ്. ഇതിനകത്ത് ചാറാൻ ആർക്കാണ് ധൈര്യം ഉള്ളത്? ഒരു നെപ്പോളിയൻ നെപ്പോളിയൻ കഴിഞ്ഞുള്ള കാര്യം ഒരു കുപ്പിക്ക് വേണ്ടി എന്തും ചെയ്യും. ഒരു കുപ്പി എന്ത് പറയുന്നത്? ബാക്കി കാര്യം എല്ലാം ഞാൻ പുതിയതാ പറയുന്നത്. ആണെങ്കിൽ നെപ്പോളിയൻ വേണ്ട, എനിക്കൊരു മിർച്ചി മാങ്കോ വന്നാൽ മതി. ഞാൻ തരും. മുങ്ങിക്കളാ. ഐഫോൺ മേടിച്ചരാം. അമ്മ ആദ്യം ഐഫോൺ മേടിച്ച 1 മിനിറ്റ് മുങ്ങിയിരിക്കണം. ഐഫോൺ എന്തുവാ? ഞാൻ മേടിച്ചറിഞ്ഞടാ ഐഫോണ്. കഷ്ടപ്പാടാ. IMS IMS മേടിച്ചരാം. നിങ്ങള് കൊള്ളാമല്ലോ.